ഇന്ന് ലോക സമാധാന ദിനമാണ്. എന്നാൽ ലോകത്ത് നടക്കുന്നത് എന്താണ്? കുടിയേറി വന്ന രാഷ്ട്രത്തിന്റെ കടുത്ത ആക്രമണം മൂലം സ്വന്തം രാജ്യം ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്ന ഗസയിലെ മനുഷ്യരുടെ ജീവിതം ഒരു വശത്ത്, ദിനംപ്രതിയെന്നോണം അപലപനങ്ങളും നിരാശയും പ്രകടിപ്പിച്ച് കാഴ്ചക്കാരായി ഇസ്രായേലിനെ തൊടാൻ പോലും കഴിയാതെ നിൽക്കുന്ന ലോകരാജ്യങ്ങൾ മറ്റൊരു വശത്ത്, സയനിസ്റ്റ് രാജ്യം നടത്തുന്ന വംശഹത്യക്ക് എല്ലാ സഹായവും നൽകി പ്രോത്സാഹിപ്പിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്ക ഒരു വശത്ത്, ലോകത്തിൻ്റെ മറ്റൊരു ദിശയിലേക്ക് നോക്കിയാൽ യൂറോപ്പിൽ റഷ്യ യുക്രൈൻ യുദ്ധം, നേപ്പാൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ആഭ്യന്തര കലാപങ്ങൾ. ഇതിനിടയിലാണ് ലോകം ഇന്ന് സമാധാന ദിനം ആഘോഷിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഗസയിലെ കാര്യമെന്ന് പറയാതെ വയ്യ. കാരണം ഇവിടെ നടക്കുന്നത് വംശീയ ഉന്മൂലനമാണ്. ഒരു ജനതയെ ഒന്നാകെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കലാണ്. ഒരു നാടിനെയാകെ തച്ചുടക്കലാണ്. സ്ത്രീകളെന്നോ പിഞ്ചു കുഞ്ഞുങ്ങളെന്നോ വൃദ്ധരെന്നോ കണക്കാക്കാതെ സിവിലിയൻസിന് നേരെ നടക്കുന്ന നരനായാട്ടാണ്. ബോംബുകൾക്കും മിസൈലുകൾക്കും പുറമെ പട്ടിണിക്കിട്ടും മരുന്നുകൾ നൽകാതെയും കുടിവെള്ളം പോലും നൽകാതെയും നടത്തുന്ന വംശഹത്യയാണ്. എങ്ങോട്ട് പോകണമെന്ന് പോലും നിശ്ചയമില്ലാതെ പലായനം നടത്തുകയാണ് ഗസയിലെ ജനങ്ങൾ. ഇസ്രായേലി സേനയിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുന്ന നിമിഷം മുതൽ ജീവൻ വാരിപ്പിടിച്ചുള്ള ഓട്ടത്തിലാണ് ഓരോ ഗസക്കാരനും. ഉടൻ തന്നെ സ്ഥലം വിടാൻ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് അധിനിവേശ സേന. ഇതോടെ ഒരു ജീവിതത്തിൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഓടേണ്ടി വരുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ പോലും അവർക്ക് വേണ്ടത്ര സമയം ലഭിക്കാത്തപ്പോൾ സമ്പാദ്യത്തിന് ആരാണ് വില കൽപ്പിക്കുക? അധിനിവേശ സേനയുടെ ഭീഷണിയോടെ അവർ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അവർ പുറത്തിറങ്ങുന്ന നിമിഷം മുതൽ തികച്ചും വ്യത്യസ്തമായ ഒരു യാഥാർത്ഥ്യമാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. ഇത് വളരെ അപകടകരമാണ്, വളരെ ഭീതി നിറഞ്ഞതാണ്. പുറത്തിറങ്ങുന്നതോടെ അവർ വ്യോമ നിരീക്ഷണത്തിന് വിധേയരാകേണ്ടി വരും. ഇസ്രായേൽ നൂതന സാങ്കേതികവിദ്യ എയറിൽ വിന്യസിച്ചിട്ടുണ്ട്. ഈ കോഡ് ക്യാപ്റ്ററുകൾ അയൽപ്പക്കങ്ങളിൽ പട്രോളിംഗ് നടത്തുന്നു. അവ വീടുകളിൽ ഉള്ളവരുടെ ജനാലകൾക്കും ബാൽക്കണികൾക്കും സമീപമെത്തി ഭയപ്പെടുത്തുന്ന ഭാഷയിലുള്ള ഉച്ചഭാഷകൾ ഉപയോഗിച്ച് വീടുകളിൽ നിന്ന് ആളുകളെ പുറത്താക്കുന്നു. അവർ പുറത്തേക്ക് കാലെടുത്ത് വെക്കുന്ന നിമിഷം ഓടാൻ തോന്നും. കാരണം ഈ കോഡ്കോപ്റ്ററുകൾ അവരെ പിന്തുടരുകയും വ്യോമ നിരീക്ഷണത്തിലും ആക്രമണങ്ങൾക്കും വിധേയരാക്കുകയും ചെയ്യുന്നു. അവിടെ നിന്നും താൽക്കാലികമായെങ്കിലും സുരക്ഷ ലഭിക്കുന്ന ഒരു കേന്ദ്രത്തിലേക്കുള്ള പലായനത്തിലാണ് ആളുകൾ മുഴുവൻ. ചുട്ടുപൊള്ളുന്ന റോഡിലൂടെ മണൽക്കാറ്റുകളെ നേരിട്ട് സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടങ്ങിയ അസംഖ്യം മനുഷ്യർ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കര കാണുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ആർക്ക് വേണമെങ്കിലും ജീവൻ നഷ്ടമായേക്കാം. ഇന്ന് മാത്രം നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് 14 പലസ്തീനികൾ ഈ സമയം വരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ഗാസ സിറ്റിയിലെ 9 പേർ ഉൾപ്പെടുന്നുവെന്ന് മെഡിക്കൽ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ഈ സമാധാന ദിനവും ഒട്ടും സമാധാനം നൽകുന്നതല്ല ഗസയിലെ മനുഷ്യർക്ക് എന്ന് പറയേണ്ടി വരുന്നത് ഏറെ ഖേദകരമാണ്. Waytonikah.com, the exclusive Muslim matrimonial site.